ഇന്നലെ തീപിടുത്തമുണ്ടായ കൊല്ലം കുളത്തൂപ്പുഴ എണ്ണപ്പന എസ്റ്റേറ്റിൽ വീണ്ടും തീ പടർന്നു. ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അതിനിടെ തീപിടുത്തത്തിൽ അട്ടിമറി സംശയിക്കുകയാണ് ഓയിൽ പാം ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മനസ്സിലാക്കിയെടുത്തോളം ഒരു 150 ഏക്കറിനോളം കത്തി നശിച്ചിട്ടുണ്ട്. അതിനകത്ത് നഷ്ടം കൃത്യമായിട്ട് ഇപ്പോൾ അങ്ങനെ പറയാം, എന്നാലും ഒരു 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാവും. ഈ തൈ നല്ലൊരു പങ്ക് പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും തീ പിടിച്ചതായിട്ടാണ് പറയുന്നത്. കാര്യം ഒരിടത്ത് നല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഒരേ അതെന്തായാലും അത് സാധ്യതയുണ്ട്. അത് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അത് എല്ലാ രൂപത്തിലും അന്വേഷിച്ച് അതിൻ്റെ റൂട്ട് മനസ്സിലാക്കുകയും അത് പുറത്തുകൊണ്ടുവരികയും ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. സലീം മാലിക് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്നും. സലീമ, ഇന്ന് രാവിലെ മുതൽ വീണ്ടും അവിടെ തീ പടർന്നു. ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീ അണയ്ക്കാൻ. അവരുടെ കയ്യിൽ അത് നിൽക്കില്ല എന്ന് സലീം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ എത്തി തീ നിയന്ത്രണ വിധേയമായോ പൂർണ്ണമായും? വിജയകുമാർ, ഇപ്പോൾ ആ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപ്പോഴും ഒരു ആശങ്കയുള്ളത്, നേരത്തെ അതായത് നമ്മൾ ഇന്ന് പുലർച്ചെ ഇവിടെ വരുമ്പോൾ പൂർണ്ണമായും തീ ശമിച്ചു, എന്നാൽ ചിലയിടങ്ങളിൽ പുക ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സമാനമായ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ ഈ നിൽക്കുന്നതിന്റെ പുറകുവശത്ത് പുക ഇങ്ങനെ ഉയരുകയാണ്. ആ വശത്ത് ചെറിയ നിലയിലുള്ള തീപിടുത്തം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇവിടെയൊക്കെ ചെറിയ നിലയിൽ തീ പടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ കാര്യം. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ഫയർഫോഴ്സ് കിടന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ തീ പടർന്നു പിടിക്കുകയായിരുന്നു. തൊഴിലാളികൾ ബക്കറ്റിൽ വെള്ളം കോരിയൊഴിച്ചാണ് തീ കെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ആ നിലയിൽ തന്നെ കെടുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും വലിയ ആശങ്കയുടെ സാഹചര്യം മാറിയിട്ടുണ്ട്. ഫയർഫോഴ്സ് വളരെ വൈകിയാണ് ഇവിടേക്ക് എത്തിയത്. ഈ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷവും 1 മണിക്കൂറിലധികം വൈകി. ശരിക്കുള്ള റോഡിന് പകരം വേലി പൊളിച്ച് ഇവിടെ എത്താൻ കഴിയൂ എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഈ ഓയിൽ പാമിന്റെ അധികൃതർ തന്നെ നമ്മളോടും പറഞ്ഞതാണ്. അവർ എന്തുകൊണ്ടാണ് അത്തരത്തിൽ നിഷേധാത്മകമായ സമീപനം കാണിക്കുന്നത് എന്നറിയില്ലെന്ന്. കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെയും സമാനമായി തന്നെ RDO ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഫയർഫോഴ്സ് ഇവിടേക്ക് വരാൻ തയ്യാറായത് എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി അവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കെ തന്നെ ഈ തീപിടുത്തത്തിൽ ഇപ്പോൾ ഒരു ആശ്വാസകരമായ കാര്യം, ഈ പ്രദേശത്ത് അതായത് ഈ 150ലധികം ഏക്കർ വരുന്ന പ്രദേശത്താണ് ഇന്നലെ തീ പടർന്നത്. ആ പ്രദേശത്ത് ഇപ്പോൾ അല്പം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായത് ഇന്ന് രാത്രിയോടുകൂടി ഈ പുക പോലും മാറുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഓയിൽ പാം അധികൃതർക്കുള്ളത്. അപ്പോഴും ഇതൊരു അട്ടിമറി സംശയിക്കുന്നുണ്ട് ഈ ബന്ധപ്പെട്ട അധികൃതർ. കാരണം കഴിഞ്ഞ വർഷവും ഇതേ സമയം ഈ പ്രദേശത്ത് തീപിടുത്തമുണ്ടായിരുന്നു എന്നുള്ളതാണ് അട്ടിമറി സംശയിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്നലെ തീ പടർന്ന സമയം 2 മണിയാണ്. ആ സമയത്ത് ഒരേ സമയം 3 തീ കത്തി. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ അധികൃതർ തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലാ കളക്ടർ RDOയുടെ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഓയിൽ പാം അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. 4000-ലധികം ചെറിയ ഈ എണ്ണപ്പനകളാണ് കത്തി നശിച്ചത് ഇന്നലത്തെ ഇതിൽ. അത് മാത്രമല്ല 15,000 മൊത്തത്തിൽ 15,000-ലധികം എണ്ണപ്പനകൾക്ക് തീ പടർന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിൽ ഈ തീ പടർന്നതിൽ പകുതിയിലധികത്തിനും കാര്യമായ കേടുപാടുകൾ ഉണ്ടാവില്ല. തീയെ ചെറുക്കാനുള്ള ശേഷി അതിന് തന്നെ ഉണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും 50 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം പ്രാഥമികമായി തന്നെ കണക്കാക്കുന്നുണ്ട്. കൃത്യമായ മരങ്ങളുടെയും പണത്തിന്റെയും എണ്ണവും തുകയും ഒക്കെ അത് വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എടുക്കാൻ കഴിയൂ. ഇന്ന് ആ പരിശോധന നടക്കും എന്നറിയിച്ചതാണ്. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഈ തീ പടർന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല മുകളിൽ ഇപ്പോഴും ഈ തീ പുകയുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലുള്ള പരിശോധന നാളെയൊക്കെ ഉണ്ടാവും. എന്തായാലും അട്ടിമറി സംശയം ഇപ്പോഴും അവർക്കുണ്ട്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും. സലീമ, എന്തായാലും ഇന്നലെ തീ പിടിച്ച അതേ സ്ഥലത്ത് വീണ്ടും തീ പടർന്നു. അതിൽ അട്ടിമറിയുണ്ടോ എന്ന് അധികൃതർ സംശയിക്കുന്നുണ്ട്. ആ മട്ടിൽ കൂടുതൽ അന്വേഷണം നടത്തും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.